ഹലോ ഗൈസ്, അപ്പൊ ഇന്ന് നമ്മൾ പോകുന്നത് ചെറായി ബീച്ചിലോട്ടാണ്. അതിനുള്ള ബസ്സിൽ തണുപ്പ് കാണുന്നത്. കലൂർ നിന്ന് നേരെ ഞങ്ങൾ മറൈനിക്ക് ബസ് കയറി. അപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് ഹൈക്കോടതി നഗരല്ലേ. അങ്ങനെ ഹൈക്കോടതി ചെറായിക്കുള്ള ബസ്സും കയറി ഞങ്ങൾ ഇരുത്തം തുടങ്ങി. അപ്പൊ ദാ ഒന്നാമത്തെ പാലം, പിന്നെ രണ്ടാമത്തെ പാലം, അങ്ങനെ മൂന്നാമത്തെ പാലം. രണ്ടാമത്തെ പാലം കഴിഞ്ഞതും കുറച്ച് വെള്ളം തുടങ്ങി. അത് കഴിഞ്ഞാണ് സ്ഥലത്ത് അടുത്തതായി ഓട്ടോയിൽ. അങ്ങനെ ഓട്ടോ എടുത്തൊരു 10 മിനിറ്റിന്റെ യാത്രയിൽ ഞങ്ങൾ ബീച്ച്. അങ്ങനെ ആ ഓട്ടോയില് അപ്പുറത്ത് കാണാനാണെങ്കിൽ അടിപൊളി കായലും ബോട്ടൊക്കെ ഉണ്ട്. പിന്നെ ആ സ്ഥലത്തെത്തി നേരെ ഞങ്ങള് ബീച്ചിലോട്ടുള്ള യാത്രയായി. ഈ കാണുന്നതാണ് ബീച്ച്, ചെറായി ബീച്ച്. ഞങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടിയൊക്കെ അതിന്റെ കൂടെയൊക്കെ നടന്നെത്തിയെങ്കിലും സൺസെറ്റ് അത് ഞങ്ങൾക്ക് കിട്ടി. അങ്ങനെ സൺസെറ്റും കണ്ട് കുറച്ചേരം അവിടെ ഇരുന്ന്. പിന്നെ അവിടുത്തെ കുറച്ച് ആൾക്കാരൊക്കെ നിരീക്ഷിച്ചു. അത് വൈകുന്നേരമല്ല, അത് ഹറാമായതുകൊണ്ട് അതൊന്നും ചെയ്തില്ല. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം നടന്നേ. ഞങ്ങളുടെ ലക്ഷ്യം എന്താന്ന് വെച്ചാൽ അവിടെ പൈൻമരമുണ്ട്. ആ പൈൻമരത്തിന്റെ അവിടേക്ക് എത്തലായിരുന്നു അടുത്ത ലക്ഷ്യം. പിന്നെ കുറച്ചു നേരം വെള്ളത്തിലൊക്കെ ഇങ്ങനെ കാലിട്ട് കളിച്ച്. എന്താ ക്രോക്സ് പോയാ ക്രോക്സ് പോയാ ചെടുക്കാൻ പോവാ കടലിക്ക് പോയി വേണ്ട ആരൊക്കെ എന്തൊക്കെ കടലല്ലേ വേണ്ട. അടുത്ത ഫോട്ടോസ് എടുക്കാനുള്ള ഓരോരോ പോസ് ഒക്കെ ഇടല്ലേ. പിന്നെ അവിടെ നോക്കുമ്പോ ഒരു കുട്ടി അമ്മയും കൂടെ ഇങ്ങനെ കളിക്കുന്നുണ്ടോ. പിന്നെ കുറച്ച് ക്യൂട്ട്നെസ് ആവാ, നേരത്തെ പറയും പോലെ കുറച്ച് ക്യൂട്ട്നെസ് നിർബന്ധല്ലേ. അങ്ങനെ ഞങ്ങള് പൈന്മാരുള്ള സ്ഥലത്തെത്തി. ബീച്ച് എന്ത് വൈബാ. അവിടെയുള്ള മനുഷ്യന്മാരായാലും മൃഗങ്ങളായാലും നല്ല വൈബ് അടിച്ച് അടിപൊളിയായിട്ട് നമ്മുടെ സ്ട്രെസ് ഒക്കെ അങ്ങനെ മറക്കും. പിന്നെ ഞങ്ങള് രാത്രി ആയപ്പോ നേരെ റിവേഴ്സ് അടിച്ച് അവിടുന്ന് പൈനാപ്പിൾ ഒക്കെ വാങ്ങിച്ച് ഞങ്ങള് പിന്നെ ഓട്ടോ പിടിക്കാനുള്ള ഓട്ടത്തിലായിരുന്നു. ചെറായി അവിടെ ഒരു അടിപൊളി സ്പോട്ട് ഉണ്ട്. ഈ അനിമൽസ് അങ്ങനെ പെറ്റ്സ് ഒക്കെ എക്സിബിഷൻ ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. ഇതാണ് ഞങ്ങൾ അതിലൊന്നും കയറാൻ നിന്നില്ല, സമയമില്ലാത്തോണ്ട്. പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനുള്ള സ്പോട്ട് നോക്കി. അപ്പോഴാണ് ടൈം ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ നേരെ കടികൾ കഴിക്കാൻ പോയി. അങ്ങനെ മുട്ട ബജിയും പഴംപൊരിയും മുളക് ബജിയും ഞങ്ങൾ വാങ്ങിച്ചു. ആ സോസും കൂട്ടി ആ മുളക് ബജി കഴിക്കാനായിരുന്നു അടിപൊളി. അങ്ങനെ പിന്നെ ഓട്ടോ ഒക്കെ കിട്ടി നേരെ ബസ് സ്റ്റോപ്പിലേക്ക് പോയി. പിന്നെ ബസ് സ്റ്റോപ്പിൽ നിന്ന് ബസ് കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് അങ്ങനെ ബസ്സും കിട്ടി. പിന്നെ ഞങ്ങൾ നേരെ എറണാകുളത്തേക്ക്. ബാക്കിയുള്ളൊന്നും വീഡിയോ എടുക്കാനുള്ള ചാർജ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഷേക്ക് കുടിക്കാൻ കയറി. അവിടെ ഞാൻ ടെൻഡർ മാംഗോ ഷേക്കും ചിക്കു ഷേക്കും കുടിച്ചു. പിന്നെ എന്റെ ടെസ്റ്റർ ആയതുകൊണ്ട് ഓള് കഴിച്ചിട്ട് എനിക്ക് കഴിക്കാൻ പറ്റും. സേഫ്റ്റി നല്ല മുഖ്യം. അവള് ഓക്കെ ആണെന്നൊക്കെ പറഞ്ഞ് അടുത്ത ചിക്കു ഷേക്കും കുടിച്ചു. അപ്പോഴത്തെ എക്സ്പ്രഷൻ ആയിരുന്നു എക്സ്പ്രഷൻ. പിന്നെ എന്റെ കൂടെ ആയിരുന്നു. പിന്നെ ഞാൻ ചോദിച്ചത് കുടിച്ചു. പകുതി ആയപ്പോൾ ട്വിസ്റ്റ് ആയി. സ്ട്രോ ഒന്ന് മേലേക്ക് യൂസ് ചെയ്യില്ല. പിന്നെ അയാളോട് പറഞ്ഞ് സ്ട്രോ ഒക്കെ വാങ്ങിച്ച് ഒരാളുടെ ലാസ്റ്റ് സ്ട്രോ തിന്നാൻ പറഞ്ഞു. ഒരാൾ സ്ട്രോ തിന്നണം, അത് ചിന്ത ചെയ്യുന്നത്.